ഹായ് ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് ഒരു എപ്പിസോഡ് ഞാൻ യൂട്യൂബിൽ ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങളെല്ലാവരും എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരണം. എൻ്റെ പേര് ബിന്ദു, കണ്ണൂരാണ്, മ്യൂസിക് ടീച്ചറാണ്. കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എനിക്ക്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്, പള്ളിക്കുന്ന്. ഞാൻ പഠിച്ചത് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലാണ്, ഗാനഭൂഷണം, ഗാനപ്രവീണ. 10 വർഷത്തോളം ചെന്നൈയിൽ വേളച്ചേരി DAV ബാബ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെയൊരു യൂട്യൂബ് ചാനൽ, അമൃത വർഷിണി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ കൊടുത്തിരിക്കുന്നത്. ഇത് തുടർച്ചയായി ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും എൻ്റെ ആദ്യത്തെ ടിപ്സ് ഞാൻ ഒരു സംഗീതത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ ചെയ്യാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും, അതുപോലെ സംഗീതം പഠിക്കാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ നമ്പറും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എനിക്ക് വേണ്ടി ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു എപ്പിസോഡ് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഞാൻ കാര്യത്തിലേക്ക് ഞാൻ വരാം. സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് എന്നോട് കുറച്ച് പേര് ആദ്യം ചോദിക്കുകയുണ്ടായി. സംഗീതം പഠിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് താല്പര്യമാണ്, പിന്നെ പഠിക്കാനുള്ള ക്ഷമ വേണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ വഴിയും മീഡിയാസിലൂടെ നിറയെ പേർക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. എങ്കിലും ഗുരുമുഖത്തു നിന്ന് പഠിക്കുന്നത് പോലെ ഒരിക്കലും നമുക്ക് നമ്മുടെ സംശയ നിവാരണം പൂർത്തീകരിച്ച് സംഗീതം പഠിക്കാൻ നമുക്ക് സാധ്യമല്ല. അതേപോലെ പഠിക്കുന്ന കുട്ടികൾ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആർക്കും സംഗീതം പഠിക്കാൻ അതിന് വയസ്സൊന്നും ഒരു വിഷയമേ അല്ല. എങ്കിൽ കൂടിയും നമ്മളുടെ ക്ഷമ, ഏറ്റവും കൂടുതൽ ക്ഷമയാണ് സംഗീതം പഠിക്കാൻ നമുക്ക് ആവശ്യം. ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ക്ഷമ വേണം. എങ്കിലും സംഗീതം അതിൻ്റെ ഓരോ സബ്ജക്റ്റും, ആദ്യത്തെ സപ്തസ്വരങ്ങൾ മുതൽ ഏകദേശം നമ്മൾ കീർത്തനം കൃതി വരുന്നത് വരെയും ഇത്ര വർഷത്തെ കാലയളവ് അതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഗാനഭൂഷണം പഠിക്കുന്ന സമയത്ത് 4 വർഷമാണ് അതിൻ്റെ കോഴ്സ്. അതുപോലെ ഗാനപ്രവീണക്ക് 3 വർഷത്തെ കോഴ്സ്. അങ്ങനെ ഈ 7 വർഷം ചെമ്പൈ സംഗീത കോളേജിൽ ഇരുന്ന് അവിടെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റും കൊണ്ട് പുറത്തേക്ക് വരുന്നത്. ആ സമയത്ത് ചിലർ സ്വന്തമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു, ചിലർ സ്കൂളുകളിലേക്ക് അപേക്ഷ കൊടുത്ത് അങ്ങനെ ജോയിൻ ചെയ്ത് ജോലിക്ക് പോകുന്നു. അങ്ങനെ സംഗീതത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, ചിലരൊരു പ്രൊഫഷനായി സ്വീകരിച്ചുകൊണ്ട് ഗാനമേളക്കും അതേപോലെ TV ഷോ ആവട്ടെ, ഫിലിമിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഗീതത്തിന് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് സംഗീതം പഠിക്കുന്നത് ഒരു മോശമായ കാര്യമായിട്ടൊന്നുമല്ല, ഏറ്റവും നല്ലൊരു ഡിവിനിറ്റിയോടുകൂടിയ ദൈവാനുഗ്രഹം ഉള്ളത് ആയിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവാനുഗ്രഹം ഉള്ളവർക്ക് തന്നെയാണ് കൂടുതലും സംഗീതം പരമ്പരയായിട്ട് വന്നവർക്കും ഒരുപാട് പേർക്ക് ഇതിൽ പഠിക്കാനും അത് പഠിപ്പിക്കാനുള്ള അവസരങ്ങളും ഒക്കെ സംഗീതത്തിൽ ഉണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ക്ഷമയോടുകൂടി പഠിക്കുകയാണെങ്കിൽ സപ്തസ്വരങ്ങളും സരളി വരിശകളും ജണ്ഡവരിശകളും ഗീതവും വർണ്ണവും, ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. കീർത്തനം, കൃതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമയോടുകൂടി ഒരു ഗുരുമുഖത്തു നിന്ന് അല്ലെങ്കിൽ നല്ലൊരു ടീച്ചറിൽ നിന്ന്, ഒരു അധ്യാപകന്മാരിൽ നിന്ന് നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സമൂഹത്തിൽ നല്ല പരിപാടികളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആകാശവാണിയിലൊക്കെ മുൻപേ ഓഡിയേഷനൊക്കെ ഉണ്ടായിരുന്നു, ലൈവ് മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും. അതേപോലെ ഭക്തിഗാനങ്ങൾക്കൊക്കെ ഇപ്പോഴും
അവസരങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സംഗീതം പഠിക്കുന്നത് കൊണ്ട് ആർക്കും മോശമായിട്ടൊന്നും സംഭവിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പലരും സംഗീതത്തെ ബഹുമാനത്തോടെയും ഭക്തിയോടെയും കൂടിയൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ചില കുട്ടികളും ചില രക്ഷിതാക്കളും സംഗീതം പഠിച്ച് പെട്ടെന്ന് ആ കുട്ടികൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ വേണ്ടി അവർ ഒരുപാട് പരിശ്രമം നടത്തുന്നുണ്ട്. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആ കുട്ടിക്ക് അത് പഠിച്ചാവുന്നത് വരെ ആ കുട്ടിക്ക് പ്രാക്ടീസാണ് ആവശ്യം. അപ്പം ശ്രദ്ധയോടുകൂടി പഠിച്ച് നല്ല പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും അവർക്കൊരു ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഇപ്പം ടി വിയിലൊക്കെ ധാരാളം ഷോസ്, ജൂനിയർ സിംഗർ, സ്റ്റാർ സിംഗർ, ഇതുപോലെയുള്ള ഷോസിലൊക്കെ നിറയെ കുട്ടികൾ, ചെറിയ കുട്ടികൾ നന്നായി പാടുന്നുണ്ട്. അത് അവർക്ക് അത്രയും ടാലൻറ്റഡ് ആയിരിക്കുന്നതിൻ്റെ കാരണം പരിശീലനം തന്നെയാണ്. അപ്പം സംഗീതത്തിന് ഏറ്റവും അത്യാവശ്യം പ്രാക്ടീസാണ്. അത് ചെയ്യാൻ ഒരുപാട് പേർക്ക് ക്ഷമ കുറച്ച് വേണം. അപ്പോൾ ആ ക്ഷമ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സംഗീതത്തിൽ മുന്നേറാൻ സാധിക്കുമെന്ന് ഞാൻ പറയട്ടെ.